നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഷൗമി 15 അൾട്ര എന്ന് പറയുന്ന ഫോണിലാണ്. ഈ കാണുന്നത് 4K 30 FPS വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ ക്യാമറയിലാണ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട നൊസ്റ്റാൾജിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് OnePlusന്റെ 7 Pro ആണ്. അതിനുശേഷം OnePlusൻ്റെതായ 9 ഏതോ ഒരു പ്രോ ഞാൻ മേടിച്ച് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ എടുക്കുന്നത് ഷൗമിയുടെ 11 അൾട്ര എന്ന് പറയുന്ന ഫോണാണ്. കുറേ നാൾ ചായോടെക് ആണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളാണെങ്കിലും ഞാൻ ഈ ഒരു ഷൗമിയുടെ ഈ അൾട്ര സീരീസ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോ ഷൗമി 15 അൾട്രയിലാണ് എടുക്കുന്നത്. സോ എത്രയോ നാൾക്ക് ശേഷം ഒരു ഫുൾ ഫെച്ച് വീഡിയോ ഓൺ എ സെൽഫോൺ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുക എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ബിക്കോസ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഈ ക്യാമറയുടെ ക്വാളിറ്റി കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വീഡിയോ ഇതിലായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ കൊണ്ടുവന്നേക്കുന്നത് Insta360യുടെ Link 2C എന്ന് പറയുന്ന ഈ ഒരു വെബ് ക്യാമറ. ഇതിൻ്റെ പ്രൈസ് ആദ്യമേ പറയാം. നമ്മളെ നാട്ടിൽ മേടിക്കാൻ 16,500 രൂപ എന്തോ ആണ്. 4K അതേപോലെ AI നോയ്സ് ക്യാൻസലേഷൻ എന്ന് തുടങ്ങിയ കുറച്ചുകൂടെ വലിയ സെൻസസ് 1:2 ഇഞ്ച് സെൻസറാണ് വരുന്നത്. സോ ദിസ് ഈസ് ബിഗർ ദാൻ യുവർ എന്താ പറയുക, ഒരു എവറി ഡേ ലാപ്ടോപ്പിലൊക്കെ മറ്റേ ബേസിക് ആയിട്ട് വരുന്ന വെബ് ക്യാമറയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഹൈ ക്വാളിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ പറയുന്ന പോലെ ഇത് 2 സാധനം ഉണ്ട് കേട്ടോ. Insta360 2C ഇത്, പിന്നെ Insta360 Link 2. Link 2ന്റെ സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഈ സാധനമില്ലേ DJIയുടെ മറ്റേ സാധനമില്ലേ ക്യാമറ, മറ്റേ ഗിംബൽ, അതുപോലത്തെ ഒരു ടെക്നോളജിയാണത്. അപ്പോൾ അത് ഗിംബൽ വെച്ചിട്ടായിരിക്കും വരണത്. അപ്പം അത് വേണ്ട, അത് പക്ഷേ 24,000 രൂപ എന്തോ ആണ്. ആ ഗിംബൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. ക്വാളിറ്റിയിൽ മാറ്റമൊന്നുമില്ല. ആ ഒരു ഗിംബൽ ടെക്നോളജിക്ക് ഇത്രയും കാശ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങളെ ഇഷ്ടം. നിങ്ങളിപ്പോൾ മറ്റേ എണീച്ചിരുന്നിട്ട് സാർ നമ്മളുടെ ഇത് കണ്ടില്ലേ സാർ, ഇത് തോന്നു പോവുകയാണ്, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയണതൊക്കെ ഒരു ഇതിലൊക്കെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗിംബൽ ടെക്നോളജിയിലെ സാധനം മേടിക്കാം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ സാധനം എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നല്ലേ. അത് വേറൊരു പ്രോഡക്റ്റാണ്, അതിൻ്റെ റിവ്യൂ പിന്നെ വരും. പിന്നെ AI നോയ്സ് ക്യാൻസലേഷൻ, നല്ല ബഹളവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പുറത്ത് ഒരു കഫേയിലിരുന്ന് നിങ്ങൾക്കൊരു മീറ്റിംഗ് ചെയ്യണം. ആ സമയത്ത് ഈ AI നോയ്സ് ക്യാൻസലേഷൻ വളരെ ഉപകാരപ്രകരമായ ഒരു സാധനമാണ്. പിന്നെ ട്രൂ ഫോക്കസ്, നമ്മളൊരു സാധനം ഫ്രണ്ടിലോട്ട് കാണിക്കുകയാണെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നൊരു പരിപാടി. അങ്ങനെയൊക്കെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി സാധനമാണ്. നിങ്ങൾക്ക് ഗെയിം സ്ട്രീം ചെയ്യുന്നവർക്കാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസ് വർക്ക്, പിന്നെ മീറ്റിംഗ്, പിന്നെ നിങ്ങൾക്ക് മറ്റേ ഈ ട്രെയിനറാണ്, നിങ്ങളൊരു ജിം ട്രെയിനറാണ്, നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങൾക്ക് ജിം വർക്കൗട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക. എനിത്തിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു വെബ് ക്യാമറ വർക്ക് നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാവുന്നതാണ്. വില കൂടുതലാണ്. ഇപ്പോൾ 16,000 അയ്യോ എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ ലോജിടെക്കിൻ്റെ ഒക്കെ സാധനങ്ങൾ അടിപൊളിയാണ്. ബ്രിയോ സീരീസ് എന്ന് പറയും, ലോജിടെക്കിൻ്റെ ബ്രിയോ. അതിൽ തന്നെ 10,25,000 രൂപയ്ക്കുണ്ട്, 20,000 രൂപയ്ക്കുണ്ട്, 13,000 രൂപയ്ക്കുണ്ട്, 10,000 രൂപയ്ക്കുണ്ട്, 3,000 രൂപയ്ക്കുണ്ട്, 2,000 രൂപയ്ക്കുണ്ട് ഒക്കെ ഉണ്ട്. വില കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി കൂടും. അതാണ് മലയാളം. എന്തായാലും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നവർ വെറുതെ ചുമ്മാ ആയിരിക്കില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഹൈ ക്വാളിറ്റി നിങ്ങളുടെ ഇത് ലൈവ് സ്ട്രീം ചെയ്യണം, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ സാധനം എടുക്കാം. Insta360യുടെ Link 2C. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിനി കാണാം. ബിക്കോസ് അത് കാണിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പെട്ടിയിനകത്ത് എന്തിനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വരും. ഇതാണ് ക്യാമറ. ഫോക്കസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. പിന്നെ ഇത് കണക്ട് ചെയ്യാനായിട്ട് ഒരു വയർ, ഈ വയർ വെച്ച് വേണം ഇത് കണക്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് Type-C to Type-C ആക്കാം, അല്ലെങ്കിൽ Type-Cനെ നമുക്ക് Type-A. ചില ലാപ്ടോപ്പിൽ Type-A ഉള്ളൂ. അപ്പോൾ Type-A ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ Type-A വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പിളാണിത്. ഇത് മാഗ്നറ്റ് വെച്ചിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഭാഗത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ജില്ലെന്നാണ്ട് ഇങ്ങനെ ഇരിക്കും സാധനം. പിന്നെ മണ്ടയിലാണ് മൈക്ക്. മോളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ മൈക്ക് മോളിലാണ് വരണം. നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റി മൈക്കാണ്. പിന്നെ അത് ആ സൈഡിൽ മറ്റേ നിങ്ങളെ ആരും കാണണ്ട എന്നുള്ള രീതിയിലുള്ള ഷട്ടർ അടയ്ക്കണ ഒരു പരിപാടി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിങ്ങനെ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ മണ്ടയിലൊക്കെ വെക്കാം. പിന്നെ ഏതെങ്കിലും ട്രൈപോഡിൽ മൗണ്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള മൗണ്ട് ചെയ്യാനുള്ള സാധനവും ഉണ്ട്. സോ ഇതാണ് ഐറ്റം. എത്ര മെഗാ പിക്സൽ എന്ന് ചോദിക്കരുത് കേട്ടോ, എനിക്ക് പറഞ്ഞു.
എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അടുത്തത് കാണാം ഗൈസ്. ഇതിൽ AI ട്രാക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ ട്രാക്കിങ്ങിന് പോരായ്മകളുണ്ട്. എണീറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ സാധനം ട്രാക്ക് ചെയ്യൂല. എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്തത് കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ മാക്ബുക്ക് പ്രോ 14 ഇഞ്ചിൻ്റെ വെബ് ക്യാമറയാണ്. അവരതിനെ ഒന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. 4K ഒന്നുമില്ല, 1080pയിലാണ് ഈ പോകുന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും ഇതാണ് ഒരു നോർമൽ, അതായത് ഏറ്റവും ടോപ്പ് വെബ് ക്യാമറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനമാണ്, മാക്ബുക്കിൻ്റെയാണ്. അതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ എല്ലാമായ Insta360 2Cയുടെ ക്വാളിറ്റി നമുക്ക് കാണാം. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ Insta360 ലിങ്ക് 2Cന്റെ ക്വാളിറ്റി ഓൺ 4K 30 FPS. കണ്ട, ഇതുപോലെ ഡെസ്കിൽ എന്തിനാണ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് പടം വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാൻ പറ്റും. അതാണ് ഡെസ്ക് വ്യൂ. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ബോർഡ് ഇതിലോട്ട് പോകും. വൈറ്റ് ബോർഡ് ഇവിടെ റേഞ്ചിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ബോർഡ് ഇല്ല, വൈറ്റ് ബോർഡ് ആർ നോട്ട് ഡിറ്റക്റ്റഡ്, മനസ്സിലായത്. ഇനി 5 ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോ ഫ്രെയിമിംഗ് ആയി. പിന്നെ നമുക്ക് ഓഡിയോ മോഡില് വോയിസ് ഫോക്കസ്, എന്റെ വോയിസ് മാത്രം പിക്ക് ചെയ്യുന്ന പരിപാടി നമുക്ക് എടുക്കാം. വോയിസ് സസ്പെൻഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ മ്യൂസിക് ബാലൻസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഫേയിലൊക്കെ പോയിരുന്നിട്ട് പാട്ട് കേട്ടോണ്ടിരുന്നപ്പം നമ്മളൊരു സാധനം ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പൊ അതൊക്കെയാണ്. പിന്നെ വോയിസ് സപ്രഷൻ, ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ വോയിസ് സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കും. പിന്നെ വോയിസ് ഫോക്കസ്, എന്റെ വോയിസിലുള്ള നല്ലൊരു കിഡിലെ മൈക്ക് സിസ്റ്റമാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അതൊക്കെയാണ് അതുള്ള പരിപാടീസ്. ഓക്കെ, പിന്നെ നമുക്ക് എഫക്ട്സ് ഉണ്ട്. എഫക്ട്സിൽ പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ബ്ലർ കൂട്ടാം, എക്സ്പോഷർ കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതൊക്കെയാണ്. പിന്നെ എല്ലാ വെബ് ക്യാമറയിലും ഉള്ള പോലത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ബാക്ക് ഡ്രോപ്പ് കൊടുക്കുക, ബ്ലർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ പരിപാടികളും ഇവിടെ ഉണ്ട്. നമുക്ക് ബ്ലർ ചെയ്യാവുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ജസ്റ്റേഴ്സ്, ഞാൻ നേരത്തെ കാണിച്ചു 5 കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ഫ്രെയിം ചെയ്യും. സൂം ഔട്ട് ഉണ്ട്, ഇങ്ങനെ വെക്കുക, സൂം ഇൻ, കണ്ടോ, സൂം ഇങ്ങോട്ടാക്കിയ സൂം ഔട്ട്, ഇങ്ങനൊരു പരിപാടിയുണ്ട്. ഇറ്റ്സ് ഓൾസോ പ്രിറ്റി നൈസ്. ഇതാണ് മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ. നമ്മൾ കൈ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഹൈൻഡ് ജസ്റ്റേഴ്സ് ഓഫ് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. എസ്പെഷ്യലി ആ ഓട്ടോ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഇഷ്ടം. പിന്നെ V for വിക്ടറി കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഫോക്കസ് പോകും. എന്നിട്ട് പറയാം, സാർ നമ്മൾ താഴ്ത്തി പോവുകയാണ് സാർ, നമ്മൾ തെണ്ടുകയാണ് സാർ, നമ്മളെ കമ്പനി പൂട്ടും സാർ എന്നൊക്കെ പറയുന്ന പരിപാടിയാണ് വൈറ്റ് ബോർഡ് കാണിച്ചിട്ട്. അതൊക്കെ ചെയ്യാം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു വോയിസ് ക്ലാരിറ്റിയും ബഹളവും. ഇപ്പൊ വോയിസ് ഫോക്കസിലാണ്, നമുക്ക് വോയിസ് സപ്രഷൻ എന്നുള്ള ഇതെടുക്കുക. പല ടൈപ്പ് ഓഫ് നല്ല രീതിയിലുള്ള AI വോയിസ് ഇത് കുറയ്ക്കുന്നുണ്ട്. സോ യാ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് നിങ്ങൾ താഴെ ഒന്ന് പറയാം. ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഇട്ടേക്കാം. ഇത് ദുബായിലും അവൈലബിൾ ആണ്, നാട്ടിലും അവൈലബിൾ ആണ്. ഇതിന്റെ ഹയർ വില കൂടിയ ഇത് എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഗെയിമേഴ്സിന് പറ്റിയ ഒരു ഐറ്റം ആണിത്. ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന പോണ സമയത്തൊക്കെ ഒരു 4K റെസൊല്യൂഷനിൽ ഐറ്റംസ് സെറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോണേ. ടാറ്റാ, ബൈ ബൈ.